You are watching TV Next. കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കാരുണ്യ ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടി ഭാരത് ഭവനിൽ വെച്ച് നടക്കുകയുണ്ടായി. കാരുണ്യ പ്രസിഡന്റ് പുഴനാട് സുധീർ അധ്യക്ഷനായ ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി പനച്ചമ്മൂട് ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗമായ ശ്രീമതി ചന്ദ്രമതി ആശംസകൾ അർപ്പിച്ചു. സാധുജന ട്രസ്റ്റ് മേലാറ്റൂർ ചെയർമാൻ ശ്രീ ആർ വി പിള്ള, ശ്രീ ഷിജു ബി കൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് തെന്മല, സിനിമ സീരിയൽ നടനും കോമഡി ആർട്ടിസ്റ്റും സംവിധായകനുമായ ശിവമുരളി എന്നിവരെ ആദരിച്ചു. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം ഭാരത് ഭവനിലാണ് സാർ ഇപ്പോൾ ഉള്ളത്. അതെ. നമ്മുടെ കാരുണ്യ കൾച്ചറൽ ആൻഡ് റൂറൽ സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയിൽ സാറിനെ ആദരിക്കുകയുണ്ടായി. ഈ ഒരു അവസരത്തിൽ എന്ത് ഫീൽ ചെയ്യുന്നു? ഇത് വളരെ ഗംഭീരമായ ഒരു പരിപാടി. അതുമാത്രമല്ല, എനിക്കിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി തന്ന ഷാജഹാൻ സാറിനോട്, ചന്ദ്രമതി മേഡത്തിനോടും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അപ്പോൾ അത്രയും അവർ ആ ഒരു വേദി എനിക്ക് ഒരുക്കി തന്നത് കൊണ്ടാണ് എനിക്കിവിടെ വന്ന് ഇത്രയും ആളുകളെ പ്രമുഖരും പ്രതിഭാശാലികളുമായ ഇത്ര ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ട് സംവദിക്കാനുമുള്ള ഒരു അവസരം കിട്ടിയത്. തിരുവനന്തപുരത്ത് അടുത്ത 200 ലിറ്റർ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അടുത്ത അത് പപ്പാസ് എൻ്റർപ്രൈസസ് എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. വിഴിഞ്ഞത്താണ്. അത് ഈ നമ്മുടെ സംഘടന, സാധുജന സഹായ സംഘടന എന്ന് പറഞ്ഞ സംഘടനയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഫ്ലമിൻ ഒലിവർ, അദ്ദേഹമാണത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ പേര് കേന്ദ്ര ഗവൺമെൻറ് അഗ്രോ ഇൻഫ്രാ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് റൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 3/4 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സംരംഭം ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാള കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ആർക്ക് തയ്യാറുണ്ടോ നമ്മൾ ചെയ്തു കൊടുക്കും. ലോൺ അവർക്ക് ആക്കി കൊടുക്കും, മിഷൻ നമ്മൾ കൊടുക്കും. പാള എടുക്കാൻ അവർക്ക് അറിയില്ലെങ്കിൽ പാള നമ്മൾ കർണാടകയിൽ നിന്ന് നമ്മൾ ഇറക്കി കൊടുക്കും. അതേപോലെ അവരുണ്ടാക്കുന്ന പ്ലേറ്റുകൾ നമ്മൾ അവർക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് വിറ്റ് കൊടുക്കും. അതൊരു സംരംഭമാണ്. കാരണം ഇപ്പം പാള ഉള്ള യൂണിറ്റുകളുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ പല സ്റ്റാർ ഹോട്ടലുകളിലും ഫംഗ്ഷന് വരെ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഹരിത ചട്ടം ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു സംരംഭം കൂടെയാണ്. അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും അത് കണ്ടിട്ടാണ് നമുക്കിത് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് അത്രയും പ്രാബല്യം വരാത്തത് ഈ പാള കൊണ്ടുള്ള പ്ലേറ്റിന്. തമിഴ്നാട്, കർണാടക, ആന്ധ്രയൊക്കെ കംപ്ലീറ്റ് പാള കൊണ്ടുള്ള പ്ലേറ്റാണ് ഉപയോഗിക്കുന്ന. അമ്പലങ്ങളിലും എല്ലായിടത്തും, ക്ഷേത്രങ്ങളിലും എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി ചിലപ്പോൾ ഈ സർക്കാരായാലും അടുത്ത സർക്കാർ വന്നാലും അവർ ചിലപ്പോൾ അതിലേക്ക് മാറിയിരിക്കും. അപ്പോൾ അതിനുള്ള നല്ലൊരു മെച്യൂരിറ്റിയുള്ള പ്രവർത്തനമാണിത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ അച്ചാറുണ്ടാക്കാൻ അവർക്ക് തയ്യാറുണ്ടെങ്കിൽ നമ്മളതും ചെയ്തു കൊടുക്കുക. അങ്ങനെ എന്ത് പ്രോജക്റ്റ് അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ, അവരെ നമ്മൾ കൈപിടിച്ച് ചേർത്ത് പിടിച്ച് സഹോദരങ്ങളായി കൂടപ്പുറപ്പുകളായി നമ്മൾ കൊണ്ടുപോകും അവരെ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മളെല്ലാവരും കൂടെ അതിനാണ്. പിന്നെ എനിക്ക് ഈ വേദി ഒരുക്കി തന്ന എൻ്റെ ഏറ്റവും കൂടപ്പുറപ്പായ സഹോദരി തുല്യയായ ചന്ദ്രമതി മേഡത്തിനെ ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ എല്ലാവരുടെ ഉയർച്ച വേണം കാണേണ്ടത്. ആരിങ്ങനെ താഴ്ന്നു പോകുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അദ്ദേഹം ബിസിനസ്സിലേക്ക് വന്നയാൾ. അപ്പോൾ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിൽ കൂടി അദ്ദേഹത്തെ ഉയർത്തലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. അടുത്ത പ്രാവശ്യം ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഇതിനേക്കാളും 10 മടങ്ങ് ഉയർച്ചയിലായിരിക്കും. ഞാൻ പറയുന്ന വാക്ക്. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സാറിൻ്റെ സംരംഭങ്ങളെല്ലാം സർവേശ്വരൻ വിജയത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഇനിയും പുരസ്കാരങ്ങൾ തേടി എത്തട്ടെ. അതുപോലെ തന്നെ കർമ്മപദം വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. മാഡം പറഞ്ഞതുപോലെ ആശംസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.